നമസ്കാരം. ടൈം ബൗണ്ട് ഹയർ ഗ്രേഡുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ. ഒരു ജീവനക്കാരൻ ഹയർ ഗ്രേഡിനുള്ള പ്രൊപ്പോസൽ എങ്ങനെ സമർപ്പിക്കാമെന്നും ഹയർ ഗ്രേഡ് പാസ്സായി വന്ന ഒരാളുടെ ശമ്പളം എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഈ പാസ്സായി വന്ന ഹയർ ഗ്രേഡ് നമ്മൾ എങ്ങനെ സ്പാർക്കിൽ ആഡ് ചെയ്യുമെന്നും അങ്ങനെ ഫിക്സ് ചെയ്ത ആ ശമ്പളം സ്പാർക്കിൽ എങ്ങനെ എൻ്റർ ചെയ്യും എന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായി ആ കഴിഞ്ഞ വീഡിയോ കൂടി ഒന്ന് കാണണമെന്ന് അറിയിച്ചുകൊണ്ട് ഏവർക്കും വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് ഈ പ്രൊമോഷൻ ഡീറ്റെയിൽസ് സ്പാർക്കിൽ എൻറ്റർ ചെയ്യാം. അതിനായി സർവീസ് മാറ്റേഴ്സ് ചെല്ലുന്നു. സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷൻ, അവിടെ എൻ്റർ പ്രൊമോഷൻ ഡീറ്റെയിൽസ് നോൺ ഗസറ്റഡ് ആണ്. പ്രൊമോഷൻ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, ഇതൊരു പ്രൊസീഡിങ്സ് മുഖാന്തരമാണ്. അപ്പോൾ പ്രൊസീഡിങ്സ് മുഖാന്തരമായതുകൊണ്ട് പ്രൊസീഡിങ്സ് തന്നെ കൊടുക്കുന്നു. ആക്ഷൻ പ്രൊമോഷനാണോ റിവേർഷനാണോ എന്നാണ്. പ്രൊമോഷനാണെങ്കിൽ പ്രൊമോഷൻ ടിക്ക് ചെയ്യുക, റിവേർഷൻ ആണെങ്കിൽ റിവേർഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ടൈപ്പ് സെലക്ട് ചെയ്യാൻ പറയും. SDOയിൽ നിന്ന് SDOയിലേക്ക് തന്നെ ഒരു താഴ്ന്ന പോസ്റ്റിലേക്ക് റിവേർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ SDOയിൽ നിന്ന് NGOയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സീനിയർ ക്ലർക്കായിട്ടുള്ള ഒരാൾ ക്ലർക്കായിട്ട് റിവേർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ NGO ടു NGO ആണ്. നമുക്കിവിടെ പ്രൊമോഷൻ ആയതുകൊണ്ട് പ്രൊമോഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരുന്നില്ല. പ്രൊമോഷൻ ഓർഡർ നമ്പർ ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ജില്ലാ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന ആ പ്രൊസീഡിങ്സിലെ ഓർഡർ നമ്പറാണ്. അത് ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. ആ ഓർഡർ നമ്പർ എൻ്റർ ചെയ്തു. ഇനി ആ ഓർഡറിൻ്റെ ഡേറ്റ് ആണ്, ആ പ്രൊസീഡിങ്സിൻ്റെ ഡേറ്റ് എൻ്റർ ചെയ്തു. പ്രൊമോഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഓഫീസ് സെലക്ട് ചെയ്യുന്നു, ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുന്നു. ഈ പ്രൊമോഷൻ ലഭിച്ച സ്റ്റാഫിൻ്റെ ഡെസിഗ്നേഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. 8 ഇയേഴ്സിൻ്റെ ഹയർ ഗ്രേഡ് 1 എന്ന ഒരു ഡെസിഗ്നേഷനാണ് കിടക്കുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്തു. പെൻ നമ്പർ സെലക്ട് ചെയ്യുന്നു. അതേ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ അതേ ഡെസിഗ്നേഷനുള്ള എല്ലാവരുടെയും പേരവിടെ വന്നിരിക്കും. അതിൽ നിന്നും സെലക്ട് ചെയ്യും. ഇവിടെ ആ കാറ്റഗറിയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആ ഒരാളുടെ പേരെ അവിടെ സെലക്ഷൻ വരികയുള്ളൂ. നമ്മൾ സെലക്ട് ചെയ്യുന്നു. സർവീസ് കാറ്റഗറി ഇവിടെ കൃത്യമായി വന്നിരിക്കും. സ്റ്റേറ്റ് സബോർഡിനേറ്റ് ആണ്. ഗസറ്റഡ് ആണെങ്കിൽ ഗസറ്റഡ് എന്ന് വന്നേനെ. ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ടു ഓഫീസ് എന്നുള്ളതാണ്. അതിനാദ്യം സെലക്ട് ഡിസ്ട്രിക്ട്, നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ ഡിസ്ട്രിക്റ്റിലെ ഓഫീസുകളുടെ പേര് വരും. അതിൽ നിന്നും നമ്മുടെ ഓഫീസിന്റെ പേര് സെലക്ട് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്തു. സർവീസ് കാറ്റഗറി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊമോഷൻ പോസ്റ്റിലുള്ള സർവീസ് കാറ്റഗറിയാണ്. ഇവിടെ നിലവിലുള്ള സർവീസ് കാറ്റഗറി ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സർവീസ് കാറ്റഗറി ചിലപ്പോൾ സ്റ്റേറ്റ് സബോർഡിനേറ്റിൽ നിന്ന് ഗസറ്റഡ് ആയിട്ട് മാറിയേക്കാം. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഗസറ്റഡ്. ഇവിടെ സ്റ്റേറ്റ് സബോർഡിനേറ്റ് തന്നെയാണ്, മാറ്റം വരുന്നില്ല. ന്യൂ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നും അടുത്ത പ്രൊമോഷൻ വരുന്ന ആ പുതിയ ഡെസിഗ്നേഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതിവിടെ കിട്ടിയിട്ടുണ്ട്. അത് 15 വർഷ ഹയർ ഗ്രേഡ് ആണ്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേയും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ നമ്മൾക്ക് ഫിക്സ് ചെയ്ത് കിട്ടിയ അതേ സ്കെയിൽ ഓഫ് പേ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. 50, 200, 105, 300. ഈ ഒരു സ്കെയിൽ ഓഫ് പേ ആണ് നമുക്ക് നേരത്തെ നമ്മുടെ ജില്ലാ ഓഫീസിൽ നിന്ന് പ്രൊസീഡിങ്സിൽ കാണിച്ചിരിക്കുന്നത്. അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തു. എഫക്റ്റീവ് ഡേറ്റ് അതിൽ നമ്മൾ കണ്ടതാണ്. അതിലെ എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് 13/5. 12-ാം തീയതി അവർ 15 വർഷ സർവീസ് പൂർത്തിയാക്കിയെങ്കിൽ തൊട്ടടുത്ത ദിവസം തൊട്ടായിരിക്കും അതിന്റെ എഫക്റ്റീവ് ഡേറ്റ് വരുന്നത്. ആ ഡേറ്റ് നമ്മൾ അവിടെ എൻ്റർ ചെയ്യുകയാണ്. റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എഴുതാം. ഇവിടെ ഞാൻ പ്രൊമോട്ടഡ് എന്ന് എഴുതുകയാണ്. അതിനുശേഷം ഇൻസർട്ട് ചെയ്യാം. ആർ യു ഷുവർ ടു പ്രൊസീഡ്? ഓക്കെ കൊടുത്തു. അടുത്തത് ഗവൺമെന്റ് ഓർഡേഴ്സ് ടു റീഡ് വിത്ത്. ഇത് ഏതെങ്കിലും സർക്കാർ ഉത്തരവ് പ്രകാരമാണോ ഈ പ്രൊമോഷൻ വന്നിട്ടുള്ളതെന്നാണ്. എന്നാൽ ഇവിടെ സർക്കാർ ഉത്തരവൊന്നുമില്ല, ഒരു പ്രൊസീഡിങ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് ഓർഡർ ആയിരുന്നെങ്കിൽ നമ്മൾ ആ ഗവൺമെന്റ് ഓർഡർ നമ്മളിവിടെ എൻ്റർ ചെയ്തേനെ. അതൊന്നിലധികം ഉണ്ടാകും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്ലസ് സൈൻ ഉണ്ട്. ഇവിടെ ഗവൺമെന്റ് ഓർഡർ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നില്ല് കൊടുക്കുകയാണ്. ഇനി ഓർഡേഴ്സ് ടു ബി കൺവേഡ് ടു. ഈ ഓർഡർ ആർക്കൊക്കെ അയച്ചു കൊടുക്കണം എന്ന് നോക്കുക. തീർച്ചയായും ഇതിൻ്റെ ഒരു കോപ്പി എംപ്ലോയിക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എംപ്ലോയി എന്ന് എഴുതുന്നു. അടുത്തതായി വേറെ ആർക്കെങ്കിലും കൂടി അയക്കണമെങ്കിൽ അത് പ്ലസ് സൈൻ കൊടുത്ത് നമുക്ക് അയക്കാവുന്നതാണ്. അത് അത്ര വലിയ നിർബന്ധമുള്ള കേസല്ല. നമ്മളിവിടെ കൺഫേം ചെയ്യുന്നു. ഡാറ്റ വൺസ് സേവ്ഡ് കനോട്ട് ബി റിവേർട്ടഡ്. ആർ യു ഷുവർ ടു പ്രൊസീഡ്? ഒന്നും കൂടെ നോക്കുക. പേര്, പെൻ നമ്പർ, സ്റ്റേറ്റ് സബോർഡിനേറ്റ്,
പുതിയ ഡെസിഗ്നേഷൻ ശ്രദ്ധിക്കുക, എഫക്റ്റീവ് ഡേറ്റ് വളരെ ശ്രദ്ധിക്കുക, കൺഫേം കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ കൊടുക്കുന്നു. ഡേറ്റ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രൊമോഷൻ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പുതുതായി വന്ന ഈ പേ സ്പാർക്കിൽ എൻറ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത മാസം മുതൽ ഈ പുതിയ ശമ്പളം വാങ്ങാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷൻ, അതിൽ പേ ഫിക്സേഷൻ ഓൺ പ്രൊമോഷൻ, ഇവിടെ എല്ലാം കുറേ ഉണ്ട്. ഞാൻ അതൊന്നും പോകുന്നില്ല. ഞാനിവിടെ ഇതുമായി ബന്ധപ്പെട്ടത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോകും. പേ ഫിക്സേഷൻ ഓൺ പ്രൊമോഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, എംപ്ലോയി. ഇവിടെ പേ ഫിക്സേഷൻ ഇതുവരെ ചെയ്തിട്ടുള്ള കുറച്ച് പേരുടെ പേരിവിടെ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ട ആ എംപ്ലോയിയുടെ പേര് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇവിടെ നമുക്കിപ്പോൾ അറിയാം 8 വർഷ ഹയർ ഗ്രേഡിലുള്ള ഒരാളുടെ 13/5/2024 മുതലുള്ള പേ ഫിക്സ് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ഓർഡർ നമ്പർ, ഇതൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പ്രൊമോഷൻ ഓർഡർ ഡേറ്റ് 22/6/24, പ്രൊമോഷൻ എഫക്റ്റീവ് ഫ്രം 13/5/2024, റിമാർക്സ് പ്രൊമോട്ടഡ്. ഇനി ടൈപ്പ് ഓഫ് പ്രൊമോഷനാണ്. ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ആണോ, റെഗുലർ പ്രൊമോഷനാണോ, റേഷ്യോ പ്രൊമോഷനാണോ എന്നാണ്. ഇവിടെ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ആണ്. റെഗുലർ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 1 ഹെഡ് നഴ്സായി മാറുകയാണെങ്കിൽ അത് റെഗുലർ പ്രൊമോഷനാണ്. ഡ്യൂട്ടി ചേഞ്ചുള്ള ഒരു റെഗുലർ പ്രൊമോഷനാണ്. അല്ലെങ്കിൽ സീനിയർ ക്ലർക്കായിട്ടിരിക്കുന്ന ഒരാൾ HC ആയി പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ജോലിയിൽ വ്യത്യാസമുള്ള ഒരു റെഗുലർ പ്രൊമോഷനാണ്. എന്നാൽ ഇവിടെ 15 വർഷത്തെ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡാണ്. ടൈം ബൗണ്ട് ഹയർ ഗ്രേഡാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കൊടുത്തു. ഇനി പ്രൊമോഷൻ റൂളാണ്. പ്രൊമോഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റേഷ്യോ പ്രൊമോഷനും റെഗുലർ പ്രൊമോഷനും എല്ലാം ഉള്ളത് 28A ആണ്. നമ്മൾ 28 സെലക്ട് ചെയ്യുന്നു. 28A. അപ്പോൾ ഇവിടെ ഒരു ന്യൂ ബേസിക് പേ വന്നിരിക്കുകയാണ്. ഇത് സ്പാർക്ക് ചെയ്തതല്ലേ എന്ന് വെച്ച് എപ്പോഴും കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മൾ മാനുവലായി ചെയ്തു വെച്ചിരിക്കുന്ന ആ പേ ഫിക്സേഷൻ സ്റ്റേറ്റ്മെന്റ് കൂടി ഒന്ന് നോക്കുക. അതിൽ ഇത് തന്നെയാണെങ്കിൽ നമുക്കിത് തന്നെ കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 60,700 പുതിയ ബേസിക് പേ. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺഫേം കൊടുക്കുന്നു. ഇവിടെ നോക്കുക, വിത്ത് എഫക്റ്റ് ഫ്രം 13/5/2024. ഞാനത് കൺഫേം ചെയ്യുകയാണ്. ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ആ എംപ്ലോയിയുടെ പ്രസന്റ് സാലറിയിൽ പോയി നോക്കാം. ഈ പുതിയ പേ തന്നെയാണോ വന്നിരിക്കുന്നത് നോക്കാം. ചേഞ്ചസ് ഇൻ ദ മന്ത്, പ്രസന്റ് സാലറി നോക്കുക. ഇവിടെ ബേസിക് പേ വന്നിട്ടുണ്ട് 60,700. കണ്ടില്ലേ? അതിന്റെ ലാസ്റ്റ് പേ ചേഞ്ച് എന്ന് പറയുന്നത് 13/5/24 13/5/24 ആണല്ലോ എൻ്റെ വിത്ത് എഫക്റ്റ് ഡേറ്റ്. ഇതിന്റെ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് അവരുടെ റെഗുലർ ഇൻക്രിമെന്റ് ഡേറ്റ് തന്നെയാണ് 1/4/25. ഇതിനോടൊപ്പം ഒരു ഇൻക്രിമെന്റ് കൂടി ആഡ് ചെയ്യപ്പെട്ടായിരിക്കും നെക്സ്റ്റ് ഇൻക്രിമെന്റ് 1/4/25 ആരംഭിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ലഭിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയുടെ പേ ഫിക്സ് ചെയ്ത് അത് സ്പാർക്കിൽ എൻറ്റർ ചെയ്ത് തൊട്ടടുത്ത മാസത്തെ ശമ്പളം എടുക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സ്റ്റെപ്പ് വരെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന്റെ കമന്റ്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലാകാത്തവർ, ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്, മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാകാത്തവർ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കുക. എവിടെ സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഉന്നയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.